ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് +1 ബയോളജിയിലെ 4ാമത്തെ ചാപ്റ്ററായ അനിമൽ കിങ്ഡമാണ് നോക്കുന്നത്. വളരെ സിമ്പിളും എന്നാൽ ഇൻട്രസ്റ്റിംഗുമായ ഒരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് അനിമൽസിനെ കാണാൻ പറ്റും അല്ലേ? വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് അനിമൽസ്. പക്ഷേ ഈ അനിമൽസിനെല്ലാം ചില ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. ഈ ഫണ്ടമെൻ്റൽ ഫീച്ചേഴ്സിൻ്റെ ബേസിൽ നമ്മൾ അനിമൽ കിങ്ഡത്തിനെ 11 ഫൈലമാക്കി തിരിച്ചിട്ടുണ്ട്. ഈ 11 ഫൈലത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സംഭവം ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ എന്തിൻ്റെ ബേസിസിലാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പഠിക്കും. അതായത് ഈ 11 ഫൈലമാക്കിയത് എന്തിൻ്റെ ബേസിസിലാണെന്ന് അറിയണ്ടേ? അത് ഒരു 6 കാര്യങ്ങളുടെ ബേസിസിലാണ്. ഈ 6 കാര്യങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ യൂണിറ്റ് ഭയങ്കര സിമ്പിളാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. നമുക്കറിയാം അനിമൽ കിങ്ഡത്തിലുള്ള എല്ലാം മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് അല്ലേ? പക്ഷേ ഈ മൾട്ടി സെല്ലുലാർ ഓർഗാനിസം തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടാണ്. അതായത് ഇപ്പോൾ ഈ ഇമേജ് കണ്ടോ, അതിൽ ഫസ്റ്റ് ഇമേജിൽ 5 ബുക്കുകളാണ് ഉള്ളത്. നമുക്ക് പറയാൻ എളുപ്പം അല്ലേ, 5 ബുക്ക്. രണ്ടാമത്തേലാണെങ്കിൽ ബുക്കിൻ്റെ എണ്ണത്തേക്കാൾ 4 റോ ആയിട്ടാണ് ബുക്കുകളുള്ളതെന്ന് പറയാനും പറ്റും. മൂന്നാമത്തെ നോക്കുകയാണെങ്കിലോ റോ പറയുന്നതിനേക്കാൾ എളുപ്പം ഒരു ഷെൽഫ് ബുക്ക് ഉണ്ടെന്ന് അല്ലേ? അതേപോലെ സെൽസായും ടിഷ്യൂസായും ഓർഗൻസായും ഓർഗൻ സിസ്റ്റംസ് ആയിട്ടുമാണ് നമ്മൾ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ പറയുന്നത്. ഇപ്പോൾ സെൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് സെൽസ് ഉണ്ട്. സെൽസ് എല്ലാം ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്നു. അതാണ് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ സെൽസ് ചേർന്ന് ടിഷ്യൂസ് ആവും. കുറച്ച് ഗ്രൂപ്പ് ഓഫ് സിമിലർ സെൽസ് ഒരു കോമൺ ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന് ടിഷ്യൂ എന്ന് പറയും. അതിനെയാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടായിരിക്കും. ഈ ഓർഗൻസ് ഒരു ഫങ്ഷൻ ചെയ്യുന്നു. അതിനെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. പിന്നെ കുറച്ച് ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു. അങ്ങനെയാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ കുറേ സിസ്റ്റംസ്. അതിനെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്നും പറയുന്നു. ഇനി നമ്മളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ നമുക്ക് 2 ആയിട്ട് പറയാം. ഒന്ന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ഒന്ന് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവും. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ പേര് പറയുന്ന പോലെ തന്നെ, അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് നേരിട്ട് ടിഷ്യൂസിലേക്ക് എത്തുന്നു. അതിന് പ്രത്യേകിച്ച് ബ്ലഡ് വെസൽസോ അല്ലെങ്കിൽ കാപ്പിലറീസോ ആർട്ടറീസ് അങ്ങനെയൊന്നുമില്ല. നേരിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ടിഷ്യൂസിലേക്ക് എത്തുന്നു. ഒരു ബോഡി ക്യാവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലെ നേരിട്ട് ആ ഓർഗൻസ് അതിൽ ബാത്ത് ചെയ്ത് കിടക്കുമായിരിക്കും, അല്ലെങ്കിൽ ടിഷ്യൂ അതിൽ ബാത്ത് ചെയ്ത് കിടക്കുമായിരിക്കും ബ്ലഡിൽ. അതാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം. നമുക്കൊക്കെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് കേട്ടോ. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് സ്പെഷ്യലായിട്ടുള്ള ആർട്ടറീസോ അല്ലെങ്കിൽ വെയിൻസ് അങ്ങനെ ട്യൂബിൽ കൂടെ നമ്മളുടെ ടിഷ്യൂസിലേക്ക് എത്തുന്നു. അതാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിലോ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം, 2 ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇൻടേക്കിനും വേസ്റ്റ് പുറത്തു പോകാനും 2 ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതായത് ആനസും മൗത്തും. അങ്ങനെ കംപ്ലീറ്റ് ഡൈജഷനും ഇൻകംപ്ലീറ്റ് ഡൈജഷനും. അടുത്തത് സിമെട്രിയാണ്. സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലൈൻ കൂടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ്സ് കിട്ടുമെന്നുള്ളതാണ് സിമെട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അസിമെട്രിക്കൽ, അതായത് എങ്ങനെ കട്ട് ചെയ്താലും എങ്ങനെ ലൈൻ വരച്ചാലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതിന് എക്സാമ്പിളാണ് സ്പോഞ്ചസ്. രണ്ടാമത്തേതാണ് റേഡിയൽ സിമെട്രിക്കൽ. റേഡിയൽ സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതായത് ഇതിൻ്റെ ബോഡിയുടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ഈക്വൽ ഹാഫ്സ് അല്ലെങ്കിൽ 2 സിമെട്രിക്കൽ ഹാഫ്സ് കിട്ടും. അതാണ് റേഡിയൽ സിമെട്രി. അതിന് എക്സാമ്പിളാണ് സിലിണ്ടറേറ്റ്സും അതേപോലെ ടീനോഫോഴ്സും. ആ റെഡ് കളർ ഇമേജ് അതിന് എക്സാമ്പിളാണ്. ഏത് പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ്. അടുത്തതാണ് ബൈലാറ്ററൽ സിമെട്രിക്കൽ. അതായത് ഒരൊറ്റ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്താലേ അതിനെ 2 സിമെട്രിക്കൽ ഹാഫ്സ് ആയിട്ട് കിട്ടുള്ളൂ. ആ 2 സിമെട്രിക്കൽ ഹാഫ്സിനൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അതായത് അതിൻ്റെ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും മിറർ ഇമേജ് ആയിരിക്കും. അപ്പോൾ ആ ഞണ്ടിനെ കട്ട് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ, അതിൻ്റെ ഒരു ഹാഫിൽ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ
അടുത്ത ഹാഫ് കിട്ടും. അതേപോലെ മിറർ ഇമേജസ് ആയിട്ട് ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ഹാഫ്സ് കിട്ടുന്നതിനെയാണ് ബയലാറ്ററൽ സിമെട്രിക്കൽ എന്ന് പറയുന്നത്. അടുത്തത് എംബ്രിയോണിക് ലെയർ. അടുത്ത ബേസിസ് എംബ്രിയോണിക് ലെയർ ആണ്. ഇതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മളുടെ എംബ്രിയോ ഇല്ലേ, എംബ്രിയോയ്ക്ക് എത്ര ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ 2 ലെയേഴ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെയർ, ഡൈ എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ, 2 ലെയേഴ്സ് ഉണ്ടായിരിക്കും. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ 3 ലെയേഴ്സ് ഉണ്ടായിരിക്കും. അതാണ് സംഭവം. ഈ ലെയേഴ്സ് പഠിക്കാൻ സംഭവം സിമ്പിളാണ് കേട്ടോ. ഏറ്റവും പുറത്തുള്ളത് എന്താ? എക്ടോഡേം. എക്ടോ എന്ന് പറഞ്ഞാൽ പുറത്ത്. ഏറ്റവും ഉള്ളിലുള്ളത് എൻഡോഡേം. എൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, എൻഡോഡേം. പിന്നെ നടുക്ക് ലെയർ ഉണ്ടെങ്കിൽ അതിനെ മീസോഡേം എന്ന് പറയും, അതായത് മിഡിൽ ലെയർ. ഇനി ലെയർ ഇല്ല, ഒരു അൺഡിഫറൻഷ്യേറ്റഡ് ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മീസോഗ്ലിയ എന്ന് പറയും. ഈ എക്ടോഡേമാണ് നമ്മളുടെ സ്കിന്നും നെർവസ് സിസ്റ്റവുമായിട്ട് പിന്നെ മാറുന്നത്. മീസോഡേമാണ് നമ്മളുടെ കണക്റ്റീവ് ടിഷ്യൂവും അതേപോലെ മസിൽസും ബോൺസും ഒക്കെ ആയിട്ട് മാറുന്നത്. എൻഡോഡേമാണ് നമ്മളുടെ ലൈനിങ്സ്, ഓർഗൻ്റെ ലൈനിങ്ങിൽ ഇൻറ്റേർണൽ ഓർഗൻ്റെ അതും പിന്നെ നമ്മളുടെ ഓർഗൻസും ഒക്കെ ആയിട്ട് മാറുന്നത്. അടുത്ത ബേസിസ് എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് സീലോമാണ്. ഈ സീലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ക്യാവിറ്റി എന്നാണ് അർത്ഥം. അതായത് നമ്മളുടെ ബോഡി വാളിൻ്റെയും ഗട്ട് വാളില്ലേ, നമ്മളുടെ ഗട്ട് ഫീലിങ്ങിലെ ഗട്ട്, ആ ഗട്ട് വാളിൻ്റെയും ബോഡി വാളിൻ്റെയും ഇടയിലുള്ള ക്യാവിറ്റീനെയാണ് നമ്മൾ സീലോം എന്ന് പറയുന്നത്. ഈ സീലോം മീസോഡേം കൊണ്ട് ലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. സീലോം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ബേസിസിൽ നമുക്ക് 3 ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സീലോമീറ്റ്സ്, ഉറപ്പായിട്ടും സീലമുള്ള സാധനം, അതാണ് സീലോമീറ്റ്സ്. നമ്മളുടെ ആ പിക്ചറിൽ എ കണ്ടോ, എ പിക്ചറാണ് സീലോമീറ്റ്സ്. രണ്ടാമത്തത് സ്യൂഡോ സീലോമീറ്റ്സ്. സ്യൂഡോ എന്ന് പറഞ്ഞാലേ കള്ളത്തരാണ്. അപ്പോൾ സ്യൂഡോ സീലോമീറ്റ് എന്ന് പറഞ്ഞാൽ ഫാൾസ് സീലമുള്ളത്, അതായത് മീസോഡേം ലൈനിങ് ഉള്ള ഒറിജിനൽ സീലോ അല്ല, പകരം മീസോഡേം പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. ആ ബി എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം കണ്ടോ, അതുപോലെ. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ അസീലോമീറ്റ്സ്, അതായത് സീലോം ഇല്ലാത്തത്, സിമ്പിൾ. അടുത്ത 2 ബേസിസാണ് സെഗ്മെൻറ്റേഷനും നോട്ടോകോഡും. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പേരിലുള്ള പോലെ തന്നെ സെഗ്മെൻറ്റ്സ്, പലതരം സെഗ്മെൻറ്റ്സ് ആയിട്ട് ബോഡീനെ ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മൾ കുറേയൊക്കെ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഈ സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. ഓക്കെ, സിമിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഇപ്പോൾ ഒരു സെഗ്മെൻറ്റ് പോലെ തന്നെ അടുത്ത സെഗ്മെൻറ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും, അങ്ങനെയാണ് സംഭവം. ഓക്കെ, ഈ സെഗ്മെൻറ്റേഷൻ എക്സാമ്പിളാണ് നമ്മളുടെ ഇൻസെക്ട്സ്, അതേപോലെ എർത്ത് വേം, അതൊക്കെ. ഈ എർത്ത് വേമിൻ്റെ ബോഡിയിലുള്ള സെഗ്മെൻറ്റേഷൻ നമ്മളൊരു സ്പെഷ്യൽ പേര് പറയും, മെറ്റാമറിസം. ഓക്കെ, മെറ്റാമറിക് സെഗ്മെൻറ്റേഷൻ എന്ന് പറയും. അടുത്തത് നോട്ടോകോഡാണ്. നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അനിമൽസിൻ്റെ ഡോർസൽ സൈഡിൽ കാണുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഈ നോട്ടോകോഡാണ് പിന്നീട് പിന്നീട് നമ്മളുടെ ബാക്ക് ബോൺ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നോട്ടോകോഡ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. നോട്ടോകോഡ് ഉള്ള ഓർഗാനിസത്തിന് നമ്മൾ കോർഡേറ്റ്സ് എന്ന് പറയും, ഇല്ലാത്തതിന് നമ്മൾ നോൺ കോർഡേറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ നോട്ടോകോഡും കഴിഞ്ഞു. ഇനി നമ്മൾ ഫൈലത്തേക്ക് പോവാം. നമ്മൾക്ക് 11 ഫൈലോ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ്ണാണ് പോറിഫെറ. ഈ പോറിഫെറേനെ നമ്മൾ സ്പോഞ്ചസ് എന്നും പറയും. നിങ്ങൾ സ്പോഞ്ച് കണ്ടിട്ടില്ലേ, നിറയെ ഹോൾസ് ഉള്ള സ്പോഞ്ച്, അത് തന്നെയാണ് സംഭവം. ഈ സ്പോഞ്ചസും മറൈൻ ആയിട്ടുള്ള ഓർഗാനിസം, മോസ്റ്റ്ലി മറൈൻ, ചിലത് ഫ്രഷ് വാട്ടർ ഉണ്ടായിരിക്കും. ഓക്കെ, എന്തായാലും അക്വാറ്റിക് ആയിട്ടുള്ളതാണ് സ്പോഞ്ചസ് എന്ന് പറയുന്നത്. നിറയെ ഹോൾസ് ഉണ്ട് അവരുടെ ബോഡിയിൽ, അതുകൊണ്ടാണ് സ്പോഞ്ചസ് എന്ന് പേര് തന്നെ വന്നത്. അല്ലെങ്കിൽ പോർ ബിയറേഴ്സ്, പോറിഫെറ എന്ന് പറഞ്ഞാലേ പോർ ബിയറേഴ്സ് ആണ് അർത്ഥം. നമ്മുടെ സ്പോഞ്ചസിൻ്റെ ഒരു ടിപ്പിക്കൽ ബോഡി പ്ലാൻ ആണ്, അല്ലെങ്കിൽ ബേസിക് ബോഡി പ്ലാൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിൽ കണ്ടോ കുഞ്ഞു കുറേ പോഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ഹോൾസ്, അതിനെ നമ്മൾ ഓസ്റ്റിയ എന്ന് പറയും. മേലെയുള്ള ഒരു വലിയ പോറിനെ നമ്മൾ ഓസ്കുലം എന്നും പറയും. ഈ ഓസ്റ്റിയയിൽ കൂടെ വെള്ളം എൻട്രി ചെയ്യുകയും ഓസ്കുലത്തിൽ കൂടെ വെള്ളം പുറത്തു പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ എൻട്രി ചെയ്യുന്ന വെള്ളത്തിലുള്ള ചെറിയ അനിമൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ് പാർട്സോ അതൊക്കെ കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടാണ്
ഈ സ്പോഞ്ചസ് ജീവിക്കുന്നത് തന്നെ. അവരുടെ ന്യൂട്രീഷൻ്റെ സോഴ്സ് അതാണ്. പിന്നെ ബോഡിയുടെ ഉള്ളിലുണ്ടാകുന്ന വേസ്റ്റുകൾ പുറത്ത് കളയുന്നതും ഇതേപോലെ പോകുന്ന വെള്ളത്തിൽ കൂടെയാണ്. നമ്മൾ ഈ ഒരു വെള്ളം ഉള്ളിൽ കയറി പുറത്തു പോകുന്ന ആ ഒരു സിസ്റ്റം ഇല്ലേ, അതിന് നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയും. ഫുഡ് ഇൻടേക്കും ഗ്യാസ് എക്സ്ചേഞ്ചും ഒക്കെ ഇതിൽ കൂടെ നടക്കുന്നത്. പിന്നെ ആ സ്പോഞ്ചസിൻ്റെ ഉള്ളിലുള്ള ഒരു ക്യാവിറ്റി കണ്ടോ, ആ വെള്ളം ഉള്ളിൽ കൂടെ പോകുന്ന ആ ഒരു ക്യാവിറ്റി, അതിനെ നമ്മൾ സ്പോഞ്ചോസീൽ എന്നും പറയും. അടുത്ത സ്പോറിഫെറയുടെ കുറച്ച് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, അസിമെട്രിക്കലാണ്. എങ്ങനെ കട്ട് ചെയ്താലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടില്ല. അതേപോലെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പോഞ്ചോസീൽ ലൈൻ ചെയ്തിരിക്കുന്ന സെൽസ്, ആ സെൽസിനെ നമ്മൾ കൊയനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളാ സെൽസ് എന്ന് പറയും. കോളാ സെൽസ് മതിയല്ലേ, അതല്ലേ കുറച്ചും കൂടി എളുപ്പം. പിന്നെ ഈ സ്പോഞ്ചസ് ഹെർമാഫ്രോഡൈറ്റ്സ് ആണ്. ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ഒരു ഓർഗാനിസത്തിൽ തന്നെ കാണുന്നത്. അതായത് ഓരോ ഓർഗാനിസത്തിന് തന്നെ മെയിലായിട്ടും ഫീമെയിലായിട്ടും ആക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് ഉള്ളിൽ തന്നെ ഫെർട്ടിലൈസേഷൻ, മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്യുന്നത്, ആ പരിപാടി. പിന്നെ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റാണ് സ്പോഞ്ചസിനുള്ളത്. അതായത് നമ്മളുടെ സ്പോഞ്ചസ് അഡൾട്ട് ആവുന്നതിന് മുമ്പ് ഒരു ലാർവൽ സ്റ്റേജിലൂടെ പോകും. ഈ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളുടെ തവളയും അതേപോലെ പൂമ്പാറ്റയും. നമ്മുടെ മാക്രിയെ കണ്ട ആരെങ്കിലും പറയുമോ അത് തവളയുടെ കുഞ്ഞാണെന്ന്? ഇല്ലല്ലോ. അതേപോലെ അതാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇൻട്രാസെല്ലുലാർ ഡൈജഷനാണ്. അതേപോലെ ഈ സ്പോഞ്ചസിൻ്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്കെൽട്ടൺ ഉണ്ട്, ഒരു ബോഡി സ്കെൽട്ടൺ. അതിനെ നമ്മൾ സ്പോഞ്ചിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പൈക്യൂൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ സ്പൈക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് നീഡിൽ പോലെയുള്ള സ്ട്രക്ചേഴ്സാണ് കേട്ടോ. ഇനി കുറച്ച് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. സൈക്കൺ, യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല, അങ്ങനെയുള്ള കുറച്ച് എക്സാമ്പിൾസ്. അടുത്ത ഫൈലം, രണ്ടാമത്തെ ഫൈലമാണ് സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ. ഈ നിഡേറിയൻസും അക്വാറ്റിക് ആണ്. ഒന്നില്ലെങ്കിൽ സെസൈലായിരിക്കും, അല്ലെങ്കിൽ ഫ്രീ സ്വിമ്മിങ് ആയിരിക്കും. സെസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും, ഫ്രീ സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ, തോന്നിയ പോലെ സ്വിം ചെയ്ത് നടക്കുന്നു അല്ലേ. പിന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതായത് 2 എംബ്രിയോണിക് ലെയർ ആണുള്ളത്. റേഡിയൽ സിമെട്രി ആണ്. റേഡിയൽ സിമെട്രിക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് കേട്ടോ സിലിൻഡ്രേറ്റ. പിന്നെ അസീലോമേറ്റ്സും ആണ്. ഈ സിലിൻഡ്രേറ്റയുടെ മൗത്തിനെ നമ്മൾ പറയുന്നതാണ് ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്നത്. ഈ ഇമേജസ് കണ്ടോ, ഈ ഇമേജസിൽ ഹൈപ്പോസ്റ്റോം, ഒറേലിയ അല്ലെങ്കിൽ ആ ഫസ്റ്റത്തേതിന് മൗത്ത് വരുന്നത് താഴെ ഭാഗത്താണ്. അഡംസിയ അല്ലെങ്കിൽ ആ രണ്ടാമത്തെ ഇമേജിന് മേലെ ഭാഗത്താണ് മൗത്ത് വരുന്നത്. അതിന് ചുറ്റും കുറേ ടെൻഡക്കിൾസ് കണ്ടോ, ആ ടെൻഡക്കിൾസിൻ്റെ അറ്റത്ത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. അതിനെ നമ്മൾ നെമാറ്റോസൈറ്റ്സ് എന്ന് പറയും. ഈ നെമാറ്റോസൈറ്റ്സിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ കാരണമാണ് ഈ നിഡേറിയയ്ക്ക് ഈ പേര് തന്നെ വന്നത്. ഈ കെമിക്കൽസാണ് നിഡേറിയ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റ ഫുഡ് ക്യാപ്ചറിങ്ങിനും അതേപോലെ ഡിഫെൻസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ജെല്ലി ഫിഷിനെ തൊട്ടാൽ ഷോക്ക് അടിക്കുന്നൊക്കെ ചിലവർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ ഷോക്കൊന്നുമല്ല, ഈ നെമാറ്റോസൈറ്റിലുള്ള സ്റ്റിങ്ങിങ് സെൽസ് എന്നും പറയും കേട്ടോ. ആ സെൽസ് എക്സ്ക്രീറ്റ് ചെയ്യുന്ന കെമിക്കൽസ് കാരണം നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസാണ്. ചിലവർക്ക് മരണം വരെ സംഭവിക്കാമെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ സെല്ലുലാറോ അല്ലെങ്കിൽ ഇൻട്രാ സെല്ലുലാറോ ഡൈജഷൻ നടക്കും. അതേപോലെ ഒരു കാൽസ്യം കാർബണേറ്റ് സ്കെലട്ടൺ ഉണ്ട്. പിന്നെ ഈ സിലിൻഡ്രേറ്റയ്ക്ക് 2 ബോഡി ഫോം ഉണ്ട്. അതായത് ഒരു ഓർഗാനിസം തന്നെ 2 ഷേപ്പിൽ കാണപ്പെടും. ഒന്നാമത്തേത് അംബ്രല്ല ലൈക്കായിട്ടുള്ള മെഡൂസ ഫോം, നമ്മളുടെ ജെല്ലി ഫിഷിനെ പോലെ. രണ്ടാമത്തേത് പൊളിപ്പ് ഫോം എന്ന് പറഞ്ഞാൽ സിലിണ്ട്രിക്കലായിട്ടുള്ളത്. ഈ 2 ഫോമും ആൾട്ടർനേറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഈ ആൾട്ടർനേഷനാണ് നമ്മൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അഥവാ മെറ്റാജെൻസിസ് എന്ന് പറയുന്നത്. പിന്നെ സിലിൻഡ്രേറ്റയ്ക്ക് കുറച്ച് എക്സാമ്പിൾസ് കൂടി നമുക്ക് പഠിക്കണം. ഫൈസാലിയ, എഡംസിയ, ഹൈഡ്ര, ജെല്ലി ഫിഷ്. ഈ ഫൈസാലിയനെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കണേ, ചിലപ്പോൾ അങ്ങനെ ചോദിച്ചു എന്നിരിക്കും എക്സാമിന്. അപ്പോൾ ഇത്രയാണ്. ബാക്കി ഫൈലംസ് നമുക്ക് പിന്നെ നോക്കാം. താങ്ക് യു.